1.78 കോടി വീണ ടി അനധികൃതമായി സമ്പാദിച്ചു അല്ലെങ്കിൽ സർവീസ് കൊടുക്കാതെ സമ്പാദിച്ചു എന്നാണല്ലോ പറയുന്നത്. കഴിഞ്ഞ ദിവസം സ്മൃതി അടക്കം ചോദിച്ചു, എന്തിനാണ് കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് ലോൺ കിട്ടുന്നത്, എന്താണ് ബന്ധം എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഈ ലോൺ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം പോലും സംശയകരമാകുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരു ലോൺ വാങ്ങി എന്ന് പറയപ്പെടുന്നു. ഇവർക്ക് ഈ 5 ലക്ഷവും 3 ലക്ഷവുമായി 8 ലക്ഷം വീതം കിട്ടുന്നു. ഇത് എങ്ങോട്ടാണ് റീഡയറക്ട് ചെയ്യുന്നതെന്ന് SFI റിപ്പോർട്ടിൽ പറയുന്നത് അറിയാമോ? ഈ ബാങ്ക് റെക്കോർഡ് ഷോസ് ദാറ്റ് ദ ഫണ്ട് റിസീവ്ഡ് ഫ്രം CMRL were redirected primarily to settle Exalogics debt with Empower India Commercial Private Limited, a company run by കർത്ത. ഈ 1 കോടി രൂപ എന്ന് പറയുന്നത് ലോണായി കിട്ടുന്നു. പക്ഷേ ഈ അവർക്ക് ആദ്യം കിട്ടുന്ന ഈ കൺസൾട്ടൻസിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന പണം ഈ ലോൺ അടയ്ക്കാനാണ് പ്രാഥമികമായി വിനിയോഗിക്കുന്നത്. അപ്പോൾ ഈ ലോൺ കൊടുത്തിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് സംശയകരമായിട്ടാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്.